അപ്പൊ മച്ചാന്മാരെ നമ്മുടെ പരിപാടി എന്താ, ഞാൻ സിൽവർ 3-ലോട്ടായോ എന്തോ പുതിയ ഇതുവല്ലോ എന്തോ വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ എന്റെ ചെരുപ്പ് നോക്കി ഞാൻ ഒന്നും നോക്കിയില്ല അങ്ങോട്ട് മേടിച്ചു. സിൽവർ 3 ആയെന്നറിയോ കണ്ട എന്റെ ചെരുപ്പൊക്കെ വേണ്ട, ഗൺസ്കിനൊക്കെ വേണ്ട, അതൊക്കെ കിട്ടി. ഗൈസ് ഞാനാണ് ഇതൊക്കെയെല്ലാം ഇറക്കി കൊടുക്കുന്നത്. നമ്മുടെ സിൽവർ ആയിപ്പോയി കാരണം എന്തോ പുതിയ എന്തോ VR അല്ല അല്ലടാ പൊട്ടാ, പുതിയ എന്തോ ഇത് വന്നില്ലേ, പുതിയ എന്തായിരുന്നു വന്നത്, പുതിയ ഇവന്റ് എന്തോ വന്നിട്ടുണ്ട്. അതാണ് എല്ലാവർക്കിട്ടും കിട്ടും. ഞാനും ഗോൾഡ് 3-ലോട്ട് കയറി. എന്ത് പറയാനാ, ഇന്നത്തെ പരിപാടി ഞാൻ വൺ ടാപ്പ് പിടിച്ച് ഇവിടെ കുളിക്കാൻ പോണേ. എന്താ അറിയില്ല, ഡെസേർട്ടിലെടുത്ത വൺ ടാപ്പ് പിടിക്കാൻ ഈ ചെക്കനെ അടങ്ങത്തില്ല. ചിലപ്പോ ചമ്മോറിയാൻ, ചിലപ്പോ എന്റെ വൺ ടാപ്പ് അപ്പുറത്ത് അടിക്കും, പറയാൻ പറ്റില്ല. ചിലപ്പോഴൊക്കെ വൺ ടാപ്പാണ് കയറണ. കൈസ് നിങ്ങളെന്റെ വൺ ടാപ്പ് ഒന്ന് കണ്ടോട്ടെ. ഇവിടെ ആള് ഇവിടെ നെറ്റില്ലെന്ന് തോന്നുന്നു. ഇല്ല പുള്ളിക്കാരൻ പ്രോയാണ്. ഇവിടെ ഞാൻ ഗോൾഡ് ആയിപ്പോയി. അത് ഭയങ്കര വൺ ടാപ്പ് കയറുന്ന അപ്പോളെ പറഞ്ഞല്ലേ എന്നെ കൊണ്ടാണ് കളിക്കണം. ഞാൻ എന്റെ അക്കൗണ്ട് ഞാൻ ലൈഡ് അക്കൗണ്ട് ഹാക്ക് ആക്കിയൊക്കെ എടുത്തു കേട്ടോ. അതെ, ഇവിടെ ഇരുന്ന് ഒരു മോട്ടാന്ന് തോന്നി. നമ്മൾ ആ ഒരു മോട്ട് ഇട്ടിട്ടുണ്ട്. അളിയന്റെ ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമല്ലാത്തൊരു മാപ്പ്. ഹെഡ് ഷോട്ട് കയറ്റാൻ പറ്റിയൊരു സ്ഥലമായിരുന്നു കേട്ടോ. എന്താ AW-ലൊക്കെ ഹെഡ് ഷോട്ട് കയറാൻ പറ്റിയൊരു കിണ്ണം കാച്ചി സ്ഥലമാണ്. ബ്രോ 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 ഇട് എവിടാ ബ്രോ? താഴെ പോവാൻ വെച്ചാണ് നമുക്ക് ഫസ്റ്റ് ബോഡി ഷോൾഡർ ഭാഗത്തൊക്കെ ഉണ്ടല്ലേ. ഇതാണ് പ്രശ്നം. അതെനിക്ക് ചെയ്യാം. ഇവിടെ ഇരുന്നപ്പോൾ ഒരു മോട്ടർ ഇത് വേണ്ട, ഇത് പോരാ. ഞാൻ ചില സമയം എല്ലാ AK ഫുഡ്സ് ആണ്. എന്താണ് ചില സമയം AK ഫുഡ്സ് ലോങ് ഗോൾഫൊക്കെ കളിക്കുമ്പോ ഇല്ലേ, എന്ത് പറയാനാ ഗൈസ്. ഡബിൾ P90 ചെറുക്കൻ്റെ തലയിൽ നിൽക്കുവരെ പൊട്ടും, അല്ലേ എൻ്റെ തല പൊട്ടും. പറയാൻ പറ്റില്ല ആര് ചാവുമെന്ന്. കണ്ടേ പറഞ്ഞില്ലേ ചെറുക്കൻ്റെ തല പൊട്ടും. വിഷയം പരിപാടിയാണ്. ഞാൻ ഒട്ടും പ്രവേശില്ല ഹെഡ് ഷോട്ട് കയറുമെന്നേ. ഗൈസ് നിങ്ങൾ ആരെങ്കിലും അത് ഓർത്തായിരുന്നു ഹെഡ് ഷോട്ട് കയറുമെന്ന്? ഒറ്റടിക്കാണ് ഹെഡ് ഷോട്ട്. ഞാൻ ആദ്യം ഹെഡ് ഷോട്ട് കയറുമ്പോൾ ഞാൻ അടുത്ത് ഹെഡ് ഷോട്ട് അല്ല ബോഡി ആയിരിക്കും. പിന്നെ നിർത്തിയായിരുന്നേ. ഇവിടെ പേട് തൂറിയുടെ ഇവന്മാർക്കൊക്കെ വേറെ പണിയില്ലടേ. പൂവായിട്ട് മെഡ് ഇടാൻ നോക്കണം. മുഖം പ്ലേസ് ഞാൻ ചെറുതായിട്ട് മുമ്പ് അടിച്ചോണ്ട് സംശയം. എന്തായാലും ചെറുക്കൊരു സർപ്രൈസ്. ഞാനല്ല കളിക്കുന്നത് ഗൈസ്, നിങ്ങളെല്ലാവരും ശരിക്കും ആരാ കളിക്കുന്നത്? കാരണം എന്താ ഇതിന്റെ ഇടക്കൂടെ ബോംബിട്ട് കൊടുക്കാം. വർക്കാവും. ബോഡി ഷോട്ട് എന്താടാ ഒരു കളി വൺ ടാപ്പ്, ഒരു കളി വൺ ടാപ്പാ. വൺ ടാപ്പ് എന്തുവാടേ ഇതില് ഞാൻ ഒരു ഹിന്ദിക്കാരനെ വട്ടാപ്പ് അടിച്ചിട്ടുണ്ട്. പിന്നെ മറ്റേ പിന്നെ മറ്റേ കണ്ട് പിന്നെ നമ്മുടെ ലൈറ്റിംഗ് സ്മാഷർ ഞാനും കൂടെ കളിച്ചോണ്ടിരിക്കുവായിരുന്നു ഗൈസ്. അപ്പത്തേക്കും എന്താ അങ്ങനെ ലൈറ്റിംഗ് സ്മാഷർ എന്ത് പറ്റിയെന്ന് അറിയാലോ, ഫോൺ സ്വിച്ച് ഓഫ് ആയിപ്പോയി പതിവില്ലാതെ. എന്നിട്ട് പിന്നെ ഞാൻ 1v2 എടുത്ത്. അത് ഫസ്റ്റ് കളി എൻ്റെ കൂടെ അതിന് പിന്നെ ഞാൻ വേറൊരു കാര്യം പറയാവേ. ഞങ്ങള് വെറുതെ കളിച്ചോണ്ടിരിക്കുവായിരുന്നു. ഞങ്ങള് സഹൂർ ഞങ്ങള് നീറോ ആയിരുന്നു. നൂബ്രാങ്ക് അടിക്കാൻ വേണ്ടിട്ടായിരുന്നു. ബ്രോ 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 പറഞ്ഞ കാര്യം വെച്ചാൽ ഞങ്ങളൊരു നൂബ്രാങ്ക് വീഡിയോ എല്ലാം വെറുതെ ഇട്ടതാണ്. അപ്പുറത്തെ പൊട്ടപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ എന്താ ഞങ്ങള് 2 നീറായിരുന്നു. അപ്പുറത്ത് 2 തും വന്നു ഗൈസ്. ഇവന്റെ ഫ്രീ ആയിട്ട് കിട്ടിയായിരുന്നു കേട്ടാ. 2 പേര് വന്ന അയ്യാൻ തുടക്കത്തിൽ തന്നെ ഹെഡ് ഷോട്ട് കയറി ചെറുക്കൻ പറക്കുമായിരുന്നേ. ചെറുക്കൻ ചാകുമായിരുന്നേ. ഇത് പൊട്ടായിരുന്നു കൂടെ
കണ്ട ഈ കൈ കാണിക്കും. അങ്ങനെ ഞങ്ങള് തുംതുമുമായിട്ട് കളിച്ച് ഞാൻ തുംതുമിനെ 1 ടാപ്പ് അടിച്ചു കേട്ടാ. ഡെസേർട്ടിൽ 2 കളി, പിന്നെ വുഡ്പെക്കറിലും 2 കളി എടുത്ത് 1 ടാപ്പ്. അത്രയുള്ളേ. പിന്നെ നമുക്ക് ഡെസേർട്ട് എടുത്ത് പൊളിക്കാം. പിന്നെ പൊട്ടാസ് എടുക്കണേ. ഇല്ല, ഈ ഡെസേർട്ട് വിട്ട് കളിയില്ല. അപ്പുറത്തെ ടീം എനിക്ക് പടക്കം വെച്ച് കളിക്കാൻ അറിയാം, പക്ഷെ പടക്കം ഇഷ്ടമല്ല. എനിക്ക് നിങ്ങൾക്ക് ഈ ഒരു മാപ്പിൽ ഭയങ്കര പാടായിരിക്കും എല്ലാവർക്കും. അപ്പൊ ഞാൻ എന്ത് ചെയ്യുമെന്ന് അറിയാവാ, ഇവിടെ ഉള്ളത് ഇങ്ങനെ അപ്പുറത്തെ ടീം ഭയങ്കര പ്രോയാണെന്ന്. ഇവിടെ 1 ടാപ്പ് വേറാളാ അപ്പുറത്ത്. ചുമ്മാ വെറുതെ ഡെസേർട്ടൊക്കെ എടുത്ത് ചെറുക്കനെ ഞാൻ തീർത്തിരിക്കുക. എടാ മറ്റേ കണ്ണിന് പേരെന്തായിരുന്നു എപ്പോൾ എടുക്കണ സീസി? മറ്റേ സീസി എടുക്കണ കണ്ണിന്റെ പേരെന്തായിരുന്നു? വിൻചെസ്റ്റർ. വിൻചെസ്റ്റർ എടുത്താലും കഥ നമ്മള് പറഞ്ഞില്ലേ നമ്മള് പിടിക്കുവന്ന് ഈ കളി. ബ്രോ എന്ന് കാണോ, റിമോട്ട് ബ്രോ ആണ്. നമ്മൾ ടോപ്പ് പണമെന്നൊന്നും അറിയട്ടെ ബ്രോ. ബണ്ടിൽ ഇറക്കാഞ്ഞിട്ടാണ് ബ്രോയുടെ ഉഴം ബ്രോ. പൊട്ടാസ് എടുക്കും ബ്രോ, പൊട്ടാസ് ഇവിടെ എന്താടി തോപ്പിക്ക് മാത്രം ലക്ക്. ഞാനിപ്പോ ഏതെങ്കിലും ഒരു കണ്ടിന്റെ ഒരു അതായിരിക്കും അപ്പുറത്തെ ടീം എടുക്കണം കേട്ടാ. പൊട്ടാസാണ് ഡെസേർട്ട് എടുക്കുന്ന പറഞ്ഞില്ല. അപ്പത്തേക്കും മച്ചാൻ ഡെസേർട്ട് എടുത്തുകൊണ്ട് മച്ചാന്റെ 1 ടാപ്പ് അടിച്ചേ. പിന്നെ നമ്മുടെ പിന്നെ ഞാൻ വേറൊരു കാര്യം പറയാണ്ട്. അത് കളി അപ്പത്തെ ടീമിൽ പൂജിച്ച് കണ്ടേ ഞാൻ കണ്ടു പൊട്ടംപ്ലെയറ. ആദ്യത്തെ കളി 1 ടാപ്പ് എങ്ങനെയൊക്കെ കയറ്റിയതാ ബ്രോ. അവൻ 1 ടാപ്പ് വെറുതെ കയറ്റിയതാണ്, വെറുതെ പിടിച്ചപ്പോ കേറിയതാ 1 ടാപ്പ്. പക്ഷെ ഇപ്പൊ പൊട്ടംപ്ലെയർ ആവും. ഇപ്പോഴെല്ലാം മനസ്സിലാവും പൊട്ടംപ്ലെയർ. പൊട്ടാസൊക്കെ എടുക്കണേ ഒരു ഇച്ചിരി അടിച്ചിടാ. എടി ഇവനൊക്കെ വേറെ പണിയില്ലടാ. പണി നിനക്കൊക്കെ ഫ്രീ ഫയർ അല്ലേ, വേറെ എന്തെങ്കിലും പബ്ജിയിലും പോയി കളി. ചെറുക്കനെ 1 ടാപ്പ് അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ പറയുന്ന ഞാനോ MR വുൾഫും എന്താ ലൈറ്റിംഗ് സ്മാഷറും കൂടെ കളിച്ചോണ്ടിരിക്കുവായിരുന്നേ. രാത്രിയായിരുന്നു, മച്ചാൻ കിടന്നുറങ്ങാൻ പോയി കേട്ടോ. അതിനെ ഫോൺ സ്വിച്ച് ഓഫ് ആകാൻ പോയിരിക്കായിരുന്നേ. ഇങ്ങനെ ഞാനപ്പോഴത്തേക്കും അറിയാതെ എൻ്റെ കൈ കൊണ്ടൊരു ലോങ് വുൾഫ് കയറി കേട്ടോ. 1v2 എടുത്തു ഞാൻ ഗൈസ്. അത് ഫുള്ള് ഹെഡ് ഷോട്ട് 1 ടാപ്പ് അല്ലേടാ. വുഡ്പെക്കറി 2 1 ടാപ്പ് 2 പേര്. ഇവന് വേറെ പണി. അവൻ തീർന്നടാ. ഇവിടെ ഇത്ര പെട്ടെന്ന് ഇവിടെ ആദ്യത്തെ കളി എങ്ങനെയൊക്കെയാണ് ചെറുക്കൻ്റെ 1 ടാപ്പ് കയറിയ കേട്ടാ. നമ്മളെ 1 ടാപ്പ് പേടിക്കല്ലേടാ. നമ്മളോട് പറഞ്ഞ ഹെഡ് കയറിയടാ. ഹെഡ് കണ്ട തോപ്പിയുടെ ഷോട്ട് കളി. എടാ ചെറുക്ക ഇതിനെ തൊട്ടാവാടിയാ. ഇതിനെക്കാളും വേഗം തൊട്ടാവാടിയത്. ഇതിനെക്കാളും വേഗം തൊട്ടാവാടി. ഇവനെ തൊടയേ വേണ്ട. എങ്ങോട്ടൊക്കെയാടാ വേണ്ടി നൂബംപ്ലെയർ ഇവിടെ എനിക്കാണ് ഈ 1 ടാപ്പ് അടിച്ചിങ്ങനെ ഇരിക്കാൻ ഭയങ്കര സുഖമാണ് കേട്ടാ. ലേവി 1 ടാപ്പ് അടിക്കുമെന്ന് നോക്കിയാലോ. നിങ്ങൾ കമന്റ് ചെയ്യ കേട്ടാ. ലേവി 1 ടാപ്പ് അടിക്കണം. എടാ നിന്റെ അക്കൗണ്ടിലായിരുന്നു, നിന്റെ അക്കൗണ്ടിലല്ലായിരുന്നേ വുഡ്പെക്കറി കളിച്ചത്. ഇതെന്റെ അക്കൗണ്ടല്ലേ? ശരി, നിന്റെ അക്കൗണ്ടിലായിരുന്നു ഞാൻ കളിച്ചത്. എലിമിനേഷൻ ഇതല്ലേ, ഇതാണ് 1v1. ഇതാണ് നോക്കണേ. അല്ല ഇത് ഞാനും ലേവിയും കൂടെ കളിച്ചത്, അത് വേറെ. ഇത് ഞാൻ ലേവിയും കൂടെ വേറെ കളിച്ചത്. വിക്ടറി അടിച്ചോണ്ട് ഇതാണെന്ന് തോന്നുന്നത്. അല്ലടാ ഇത് എന്തുവാടാ. 1v1 ഞാൻ ഈ ഹിന്ദിക്കാരനെ 1 ടാപ്പാണ് കഴിച്ച് ഞാൻ അടിച്ചു വിട്ടത്. പുള്ളിക്കാരൻ്റെ ഫുള്ള് ഹെഡ് ഷോട്ടും 1 ടാപ്പ് വരുന്നേ. ടർബോയൊക്കെ ഏത്. പിന്നെ ഇതാണ് ഞാനും തോപ്പി. ലേവിയാണ് അതിൽ ജയിച്ചത്. ഇവിടെ നിനക്കൊരു 1v2 എടുക്കാൻ പോലെ.
ഗൈസ് ലൈവ് 1v2 ഇതല്ലേ ഇപ്പൊ നമ്മള് കളിച്ചു. ലൈവ് 1v2 എടുക്കൂന്നൊക്കെ പറയിട്ടില്ലേ? പട്ടി എന്ന് പറഞ്ഞ ചെറുക്കൻ ഗൈസ്. പിന്നെ ഇത് ഈ ബണ്ടിൽ ഇറക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു കമന്റ് മാത്രം മതി. പിന്നെ അണ്ടർസ്റ്റി മിസ്റ്ററി അത് എന്താ ഇമോട്ടാണ്. ഇത് എനിക്ക് ഗേൾ ബണ്ടിൽ കിട്ടും. അണ്ടർസ്റ്റി മിസ്റ്ററിന് കുറച്ച് നേരം പോയി കാണും ഗൈസ്. പിന്നെ 8 ദിവസം 1 മണിക്കൂർ 11 മണിക്കൂറും കൂടെ ഉണ്ട്. പിന്നെ ഇതാ 7 ദിവസം. ഇടി ഇവന്മാരൊക്കെ നമ്മളെ പ്രോയാന്ന് പറഞ്ഞാൽ നമ്മളെ പുറകെ കിടക്കും ഗൈസ്. അത് നമ്മൾ പിള്ളേർക്ക് ഓരോ പണിയില്ലേ. നമ്മൾ ചെറിയൊരു രൂപമാണ് ഗൈസ്. നമുക്ക് എന്താ ഒരു കാര്യം എനിക്ക് പറയാണ്ട്. ഞാൻ ഇല്ലേ എന്താ ഈ ലോങ് ഗോൾസ് കളിക്കുമ്പോ 1 ടാപ്പ്. പക്ഷേ ഇല്ലേ ഡെസേർട്ട് ബ്രോ ഡെസേർട്ട് ഇങ്ങനെ അടിക്കുമ്പോ ഡെസേർട്ട് ഇല്ല വേറെ സ്റ്റക്കനാകരുത് പ്ലീസ്. സ്റ്റക്കനാകരുത് പ്ലീസ്. സ്റ്റക്കനാവില്ല. നമുക്ക് 1 ടാപ്പ് അടിക്കാം. ബ്രോ നൂബ് ബ്രാങ്കർ അല്ലടേ. ബ്രോ ഇവന് ഏത് ഒട്ടും ഇവന് ഏതാ അവനേതടാ നമ്മളേതടാ. അവരെ നമ്മള് നമുക്ക് ഇങ്ങോട്ടിട്ട് കളിക്കുമ്പോഴേ പൊട്ടാസിന് അധികം ദൂരത്തോട്ട് പോകൂലടാ. അതാണ് പൊട്ടാസിന്റെ പ്രശ്നം. ഇതിനധികം സ്നൈപ്പൊന്നും ഇല്ലടേ. ചെറുക്കൻ കഴിഞ്ഞ് ചെറുക്കൻ കഥ അല്ല ഈ മോട്ടിടാം. അത് വിഷയമായിരുന്നു കേട്ടാ. എന്റെ ഊഴോടാ ഇന്നോന്റെ തല പൊച്ചുണ്ട്. കത്തി ഉണ്ടായിരുന്നു. ഡെസേർട്ട് ബ്ലഡി ഫുഡ്. ഇതിന്റെ വാല. ഇവനൊരു വാലുണ്ട് കൈ. വാലല്ലോ അത് സൈഡ് വാലാണെന്നേ ഉള്ളു കേട്ടോ. ഉടുപ്പിന്റെ എന്തോ സൈഡ് വാലാണ്. ഉടുപ്പിന്റെ എന്തോ വള്ളിയാണ് വാലല്ല. പൊട്ട സൈഡ് വാലാണ്. സൈഡ് വാൽ ഇതുവരെ ഇട്ടു. സൗണ്ട് കേൾക്കത്തില്ല. മൂന്നാമത്തെ ചെറുക്കൻ നോക്കുമ്പോ ഈ കളി ചെറുക്കിന്റെ വണ്ടാപ്പെടുത്തില്ല. ഇപ്പൊ തന്നെ ഇവിടെ ഒരു കാര്യമുണ്ട് കേട്ടാ. കുറെ പൊട്ട പ്ലേസ് വെറുതെ ഗ്ലൂ ഇടും. ഇപ്പൊ ഇങ്ങനെ കേറി ഞാൻ 1 ടാപ്പ് അടിക്കാൻ വേണ്ടി ബട്ടൺ പ്രസ് ചെയ്തോക്കെ നമ്മളെ 2v2 കളിച്ചാലുള്ള പ്രശ്നമാണ്. നമ്മുടെ കൂട്ടത്തിലുള്ള പ്ലേയേഴ്സ് ഇല്ലേ 1 ടാപ്പ് അടിക്കാൻ സിമ്പിളാന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ സിമ്പിളാണ്. അത്രയുള്ളു. ചാടി പിന്നെ കർണത്തിട്ടെണ്ണം കൊണ്ടുവരണം. എനിക്ക് ലോങ് ഗോൾസ് കളിച്ചോണ്ട് ഇങ്ങനെ ഇരിക്കാനേ തോന്നി. അവന്റെ ഊഴമാണ്. ഞാൻ ആദ്യം ഓർത്ത് പ്രോയാണെന്ന്. ഉപ്പക്കറിന്റെ തലയൊന്നും പൊട്ടിച്ചിട്ടിട. തല അങ്ങോട്ട് ചൂടായിരിക്കില്ല. പൊട്ടിച്ച് നമുക്ക് പുതിയ തോബിനെ ചെറുതായിട്ട് വിളിച്ചിട്ടുണ്ട്. നമുക്ക് കളിക്കാം MB40 സ്വിച്ച്. തന്നെ എപ്പോഴും ചോറി മറ്റേക്ക് ഇറങ്ങിയോടാ. കോപ്പി വന്നിട്ടുണ്ട്. ഞാനില്ലേടെ ഒരു ഇതെടുക്കാൻ പോയി. കത്രിക എടുത്ത് കൊടുക്കാൻ പോയി. ഇവിടെ ഹെഡ്ഷോട്ട് ഒന്ന് കയറുന്നായിരുന്നില്ലേ. എടാ ഇതാണ് ഇവനൊക്കെയുള്ള പ്രശ്നം. ഇവനൊക്കെയുള്ള താങ്ങാൻ നോക്കണം. ഇവന്മാരെപ്പോഴും ലീവ് എടുത്തത്. പ്രത്യേകിച്ച് യോഗം കളിക്കുമ്പോ എല്ലാവരും പേടിച്ചു ലീവ് അടിച്ചു. പിന്നെ തോപിയും. എടാ ഇവന്റെ സ്കിന്നൊന്നും ഇല്ലടാ ഇപ്പൊ തന്നെ. എനിക്ക് മറ്റേ ഇതിന്റെ സ്കിന്നുണ്ട്. മറ്റേ മോൺസ്റ്റർ ഇല്ലേ അതിന്റെ ഒരു കിടുക്കാച്ച സ്കിന്നുണ്ട്. പിന്നെ കഴിഞ്ഞിട്ട് വീഡിയോ മതിയേ. എനിക്ക് വീഡിയോ നിർത്താൻ തോന്നല്ല. വീഡിയോ നിർത്തായിരിക്കും.
എൻ്റെ കൂടെ എന്താ ബൈ ബ്രോ ഡെസേർട്ട് അല്ലെ വിൻഡസ്റ്റർ അല്ലെ മിന്യൂസി എടാ പാപ്പേ ഡെസേർട്ട് എടാ ഇവനൊക്കെ ഡെസേർട്ട് മാത്രം ഇട്ടെടുക്കാൻ പാടില്ല. ഇപ്പൊ പറയും തോപി ചത്തെന്ന് പറയാം. നമുക്ക് ചാകണ ചാട്ടെ. ചെറുക്കൻ്റെ വൺ ടാപ്പ്. നമ്മളെ ഫസ്റ്റ് നമ്മുടെ ഐഡന്റിറ്റിയാണ് ഈ ഒരു ഇമോട്ട് എന്ന് വെച്ചാൽ അതിനൊന്നും ടോപ്പപ്പിന്റെ പ്രത്യേകത മനസ്സിലായേ. കറക്റ്റ് ടോപ്പപ്പ് ചെയ്തിറക്കണ ഇമോട്ടൊക്കെ ഇത് പൊട്ട ഇമോട്ട്സേ മേടിക്കത്തുള്ളൂ എന്നോട്. അതിനോട് കാല് പിടിച്ചിട്ടാണ് ടൈസ് ഞാൻ ആ ഇമോട്ടൊക്കെ ചെറുക്കനെ ഇവിടെ ഇരുന്ന് വെടിക്കുന്നത് ചെറുക്കൻ്റെ വൺ ടാപ്പ് അടിക്കുമല്ലോ. ചെറുക്കൻ എന്നെ പ്രാങ്ക് അടിച്ചതാ. ബ്രോ ഒരു വൺ ടാപ്പ് ചെറുക്ക് നമ്മുടെ വൺ ടാപ്പ് പിടിച്ചു. ഇവൻ കൊറേ ഉണ്ടാക്കും. ഞാനും തോബയും കൂടെ ഒരു ലോങ് ഗോൾഫ് കളിച്ചേ. തോബി ഉപ്പൊക്കെ എടുത്തേ. തിരിച്ചു വൺ ടാപ്പ് അടിക്കാൻ വന്നാ എന്റെ നെറ്റ് പോയിരിക്കുന്നത്. അതാണ് എന്റെ ഫോണൊന്നും ഒട്ടും നെറ്റ് ഉണ്ടായില്ല. അതാണ് എന്റെ ഫോൺ. അല്ല ഞാനത് പറയട്ടെ. ഞാനില്ലേ എന്റെ വൺ ടാപ്പ് ഒന്നും അടിച്ചോളൂടത് ആണ്. ചെറുക്കൻ പോയി. ചെറുക്കൻ കുനിഞ്ഞൊന്നും ഇരുന്നാലും ചെറുക്കനൊന്ന് കുനിഞ്ഞിരുന്നു അവന്റെ ഉഴ. അവൻ AW ഡെസേർട്ട് കൊടുത്തു. MP40 നൂബ് പ്ലേയേഴ്സ് ആണ് MP40 ഒക്കെ എടുക്കുന്നത്. അത് ഞാൻ ഞാൻ വാഴത്തണ്ട് വെട്ടിട്ട് ഇവന്റെ മുന്നിൽ കുനിഞ്ഞു കളിക്കാം. ചാടിയപ്പോ നമുക്കിട്ട് കൊള്ളാതെ പക്ഷേ താഴത്തോട്ടിന്റെ തലമണ്ട പൊട്ടിപ്പോയി. ഇത് പറയാനാ ചെറുക്ക ഇപ്പൊ എന്റെ ഹെഡ്ഷോട്ട് ഇവിടെ എന്താണെന്നറിയോ കഴിഞ്ഞിട്ട് അവന്റെ വണ്ടപ്പെടുത്ത് ഈ പാപ്പ ഇതൊക്കെ ഇനി പ്ലേയേഴ്സിന്റെ പൊട്ടത്തിൽ. അവൻ പവർ പ്ലെയർ ആണെന്നുണ്ടെങ്കിൽ അതൊക്കെ അരെ ബൈ കഥം ഹോ ഗയാ. അരെ ബായ് കഥം തുടങ്ങുമ്പോ തന്നെ ചിലപ്പോ വൺ ടാപ്പ്. ചെറുക്കൻ്റെ വൺ ടാപ്പ് അല്ലടാ പറഞ്ഞില്ലടാ. ചെറുക്കറിഞ്ഞോളില്ലേ ചെറുക്കൻ്റെ വൺ ടാപ്പായിരുന്നു. ഇനി നമുക്ക് ലേബ് ഇട്ടൊരു കളി നോക്കാം. എനിക്കൊന്നും ഇവൻ വൺ ടാപ്പ് അടിക്കാറുണ്ട്. ചെറുക്കൻ വൺ ടാപ്പ് അടിക്കും. 1v1 വൺ ടാപ്പ് കയറ്റുവാണെന്നുണ്ടായി. ഓക്കെ വൺ ടാപ്പ് കയറ്റുവാണെന്നുണ്ടായി. നിനക്ക് എന്താ ഒന്നാതെ ഡെസേർട്ട് ക്ലാസ്സിൽ MP5 നമ്മളെ കിടന്നിട്ടാണ് അടിക്കണം. നമ്മള് അവിടെ മെറ്റിലും ഡെസേർട്ട് ഇടാണ്ട് വൺ ടാപ്പ് കയറ്റ് ഇല്ലേ. ഇതിനൊക്കെ ഒരു ചലഞ്ച് വരണം. വൺ ടാപ്പ് കയറണം. ഇവിടെ വാഴക്കണ്ടാണോ റീലോഡ് വെച്ചിട്ടൊരു വൺ ടാപ്പ് കയറ്റിക്ക്. കണ്ടാച്ചിലെ പ്ലേയേഴ്സിനൊക്കെ ഉള്ള വൺ ടാപ്പ് അടിക്കാൻ അറിയല്ലേ. ഞാനൊരു സ്പെഷ്യൽ ടൈപ്പ് വൺ ടാപ്പ് വർക്ക് ആകുമെന്ന് അറിയാല. ഇപ്പൊ ഞാനൊക്കെ ഇങ്ങനെ പേടിച്ചു പറയാൻ മനസ്സിലാക്കും. ചില സമയം ഞാനും കളിക്കുമ്പോഴും വരും കേട്ടോ ഈ പേടിച്ചു ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട് ഇത് നിങ്ങൾക്കറിയാത്തൊരു ഹിഡൻ സ്പോട്ട് ഉണ്ട്. ഇവിടെ അധികം പ്ലേയേഴ്സ് ഒന്നും കാണത്തില്ല കേട്ടോ. ഇവിടെ ഇരുന്നത് ചെറുക്കൻ്റെ തല അവിടെയാണുള്ള കണ്ടല്ല. നോക്കല്ലേ മോനെ നീ എന്നെ ചെയ്യലടാ. അവൻ എന്റെ ഹെഡ് എയിം ചെയ്ത് ഇരിക്കുകയായിരുന്നു. ചെറുക്കൻ്റെ തല പൊട്ടിപ്പോയി സമയം ചെറുക്കാറ്. ഞാൻ അപ്പോഴും ഓർത്താണ് ഈ വൺ ടാപ്പ് അടിക്കാൻ പറ്റും. ഇതിനെനിക്ക് ഇതാണ് എടുക്കുവോ വൺ ടാപ്പ്. അപ്പുറത്തെ ടീമിലുള്ള പൊട്ടൻ എടുക്കുവോ വൺ ടാപ്പ്.
ഇങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ കുറെ പേര് നൂബ്രാങ്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. പക്ഷെ രണ്ടാമത്തെ കളിയാകുമ്പോ തന്നെ പിടിക്കും. കാരണം നമ്മള് പ്രത്യേക ടൈപ്പ് ഹെഡ്ഷോട്ടും വട്ടാപ്പൊക്കെ കൊടുക്കും. അപ്പൊ തന്നെ മനസ്സിലാകും കേട്ടോ. അവര് രണ്ടാമത്തെ കളി ഒന്നാമത്തെ കളി പൊന്നു ബ്രോ നൂബ്രാങ്ക് അടിക്കില്ലേ? ബ്രോ അവിടെ കാത്തു നിക്കും. നീ ഇവിടെ നിക്കും. ബ്രോ അവിടെ സൈസും വന്ന് ചാകും. നീ അവൻ കാണരുത്. നീ ഭയങ്കര നൂബാണല്ല. അവനിപ്പൊ എന്റെ വൺ ടാപ്പ് പിടിക്കുവേ. ഇതില് 2 വൺ ടാപ്പ് വേണം. ഇതുപോലത്തുള്ള പ്ലേയേഴ്സിനെ നൂബ്രാങ്ക് അടിക്കും. ചെറുക്കൻ നേരത്തെ വൺ ടാപ്പ് കൊണ്ടപ്പോ തന്നെ ചെറുക്കൻ ലീവ് അടിച്ചു പോയെന്ന് തോന്നുന്നു. ഇതുപോലെ ഞാൻ എന്റെ അക്കൗണ്ടിൽ കളിച്ചപ്പോ ഒരുത്തോട് ചാടി അടിച്ചു. ഒരുത്തോട് എന്റെ വൺ ടാപ്പ് അടിച്ചു. തിരിച്ചു കമ്പാക്ക് വൺ ടാപ്പ് അടിച്ചില്ല. അത് പൊട്ടാസിലായിരുന്നു. ഞാൻ പൊട്ടാസിൽ വൺ ടാപ്പ് അടിച്ചായിരുന്നു. നേരത്തെ നിങ്ങൾക്ക് എത്ര പേർക്ക് വൺ ടാപ്പ് അടിക്കാൻ ഗൈസ്? നമുക്ക് ഇവിടെ വെച്ച് വീഡിയോ എടുത്താവേ. ബൈ 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 ബൈ. അശ്വമിച്ചി ഗൈസ്.